പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി SKSF-ന്റെ ധീരമായ ശബ്ദം മുൻ SKSF-ന്റെ സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി ഉസ്താദ് അവരുകളെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സമാദരണീയനായ അധ്യക്ഷൻ SKSF-ന്റെ ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി അവറുകളെ, ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടകൻ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ അധ്യക്ഷൻ ചെറുക്കളം അബ്ദുള്ള സാഹിബ്, സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ മംഗലാപുരത്തെയും പ്രകാരം തന്നെ കാസർകോട്ടെയും മാത്രമല്ല 2 സ്റ്റേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ദീനി പ്രവർത്തനത്തിന്റെ ചാലക ശക്തിയും SKSF-ന്റെ മുൻ ജില്ലാ അധ്യക്ഷനുമായ സൈനുൽ ആബിദീൻ തങ്ങൾ, ബഹുമാന്യനായ വേദിയിലെ സന്നിഹിതനായ SKSF-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ഇബ്രാഹിം ഫൈലി ജഡിയാർ, എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ARCKP, പ്രിയപ്പെട്ട സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ കാഞ്ഞങ്ങാട് മേഖലയുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോട്ട്, സ്റ്റേജിലെ സന്നിഹിതനായ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മുടെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഒരു ശ്രദ്ധേയമായ സായാഹ്ന ഒത്തുകൂടൽ ഇവിടെ നടത്തുകയാണ്. ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ SKSF-ന്റെ 2015 ഫെബ്രുവരി മാസം 19, 20, 21, 22 തീയതികളിൽ തൃശൂർ ജില്ലയിലെ ശ്രദ്ധേയമായി ഒരുക്കപ്പെട്ടിട്ടുള്ള സമർക്കന്ത് എന്ന അനുഗ്രഹീതമായ സംഗമം നടക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ എന്ന തലവാചകത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തകരുടെ ഒത്തുകൂടലും 25,000 വരുന്ന SKSF-ന്റെ വളണ്ടിയർമാരുടെ മാർച്ചും നടത്തുകയാണ്. 25 പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെയും അതോടൊപ്പം തന്നെ ധാർമ്മിക ബോധത്തിൽ ഉൾക്കൊണ്ട ഒരു സമൂഹത്തിന്റെ അതിശക്തമായ ഉയർത്തുന്നേപ്പിന്റെയും സാമൂഹ്യ ജീവനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെയും അജയ്യമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 25 പദ്ധതികൾ കേരളത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അതിന്റെ സിൽവർ ജൂബിലി നടത്തുന്നത്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ഒത്തുകൂടൽ, ഈ തുടക്കം ഇവിടെ നടക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജില്ലയിലാകമാനം SKSF-ന്റെ സിൽവർ ജൂബിലിയുടെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടും അതിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടുമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ്. ആ ഒരു സന്ദർഭത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്ന ഈ വേദി തന്നെ പ്രകടമാക്കിയതിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജില്ലാ SKSF-ന്റെ സാരഥികളെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദിയായി ഇത് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം SKSF-ഉം സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയും എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള
കറകളഞ്ഞ ആശയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനതയെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കടന്നുവരുന്ന സകലമാന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അരാജകത്വങ്ങൾക്കെതിരെയും ആത്മീയ ചൂഷണത്തിനെതിരെയും പടവാളേന്തിയ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുടിക്കച്ചവടക്കാരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തെ വിറ്റ് പണമുണ്ടാക്കുന്ന തമ്പുരാക്കന്മാരെയും മാടമ്പീസത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തിൽ ഒരർത്ഥത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അതികാട്ടാളത്വത്തെയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ചൈത്രയാത്രയുടെ ഭാഗമായിക്കൊണ്ടാണ് SKSSF ഇതും നടത്തുന്നതെങ്കിൽ പ്രസ്ഥാനത്തിന്റെ നന്മയും സംഘടനയുടെ ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയും ജീർണതയുടെയും അന്ധവിശ്വാസത്തിന്റെയും സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ചില ചൂഷണ വർഗത്തിന്റെയും പൊള്ളയായ ചില കാര്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടി നാക്ക് ചലിപ്പിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ജിഷാൻ മാഹിയും മുഹമ്മദ് രാമന്തളിയും ARCKPയും ഒക്കെ അവരുടെ പച്ചയായ സത്യങ്ങൾ പറയാൻ നാടാകെ ഓടി നടക്കുകയും അതുപോലെ തന്നെ സകലമായ മീഡിയകളിലും അവർ തിളങ്ങിക്കൊണ്ട് അവരുടെ നാവിനെ പടവാളാക്കി സ്വീകരിച്ചുകൊണ്ട് ശത്രുപക്ഷത്ത് വെട്ടിനിരത്തി അഭ്യാത്ര നടത്തുകയും ചെയ്യുമ്പോൾ നേർക്കുനേർ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരവസരം ഒരുക്കപ്പെടുക കൂടിയാണ് SKSFന്റെ ഈ സന്ദർഭത്തിലെ ഒത്തുകൂടൽ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മഹദ് നമസ്കാരാനന്തരം പ്രിയപ്പെട്ട ജിഷാൻ മാഹിയും അതേപോലെ തന്നെ മുഹമ്മദ് രാമന്തളിയും ഇവിടെ പ്രൗഢ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി വന്നെത്തുകയാണ്. ARCKP നേരത്തെ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുമെല്ലാം നിറഞ്ഞ സാന്നിധ്യമായി ആരുടെ മുമ്പിലും പതരാതെ ചിതറാതെ തകരാതെ ഉത്തരമുട്ടാതെ ഉരുളക്കുപ്പേര് മറുപടി കൊടുത്തുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തിന്റെ കവചം ചാർത്താനും പ്രിയപ്പെട്ട തിരുനബിയുടെ വ്യക്തിത്വത്തിന്റെ പോറലേൽപ്പിക്കുന്ന ഏത് ചെകുത്താൻ കോട്ടയും തകർത്തെറിയാനും ആർജവം കാണിച്ചുകൊണ്ട് നീണ്ട യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ARCKP, ഞാൻ അദ്ദേഹത്തെ വിവരിച്ചുകൊണ്ട് പറയാനുള്ള പ്രധാന കാരണം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ആശയത്തെ അതിന്റെ കാമ്പ് കുടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരുപാട് വേദികളിലൂടെ അത്തരം പ്രഗത്ഭരായ യുവാക്കൾ ഏതർത്ഥത്തിലും പടപെരുതാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു ജിഹാദാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് സമയം കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇറങ്ങി വരാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ തന്നെ വളർന്നു വരുന്ന യുവത അതിന്റെ പുറകെ ധാരാളമുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ഒരു നാടിന്റെ മുഖച്ഛായ മാറ്റിയത് വിഷ്വൽ മീഡിയയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുമാണ്. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്കും പ്രമേയത്തിലേക്കും കടന്നു വരികയാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ 25 വർഷക്കാലം ഏകാധിപത്യ ഭരണം നടത്തിയിരുന്ന സൈനുലാബ്ദീൻ ബിൻ അലിയെ ഉടുത്ത മുണ്ട് പോലും മാറാൻ നേരം കിട്ടാതെ രാജ്യത്തുനിന്നുകൊണ്ട് തുടച്ചു നീക്കിയത് ഒരു തുള്ളി ചോര പോലും ചിന്താതെ പട്ടാളവർഗത്തിന്റെ ആയുധം മുഴുവനും കാൽക്കൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാനും കുമ്പസരിക്കാനും മുന്നോട്ട് വരുന്ന രൂപത്തിലേക്ക് ഒരു വിഭാഗം ഭരണവർഗത്തെയും പട്ടാളവ്യൂഹത്തെയും നിയന്ത്രിച്ചത് കേവലം ഒരു സംഘം വിദ്യാർത്ഥി പടയണിയാണ്. അങ്ങ് തുനീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന അറബ് വസന്തം ആഞ്ഞു വീശിയ ഒരു കാറ്റായി അറബ് വസന്തം വീശിയതിന്റെ പ്രധാന കാരണം വാട്സപ്പും ഫേസ്ബുക്കുമാണ്. ഒരു തുള്ളി ചോര പോലും പട്ടാളത്തിനെതിരെ ചിന്തേണ്ടി വന്നിട്ടില്ല. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒരാളുടെയും ഉറക്കം നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അവരുടെ റൂമുകളിലും അവരുടെ മൊബൈൽ ഫോണുകളിലും അവരുടെ കൈവിരലുകൾ മാത്രം ചലിപ്പിച്ചതുകൊണ്ടാണ് ഒരു രാജ്യം ജനാധിപത്യത്തിലേക്ക് വന്നത്. ഏകാധിപത്യത്തിന്റെ കാട്ടാളത്വത്തെ തുടച്ചു നീക്കി ജനാധിപത്യത്തിന്റെ മുല്ലപ്പൂ വിപ്ലവം അടിച്ചു വീശാൻ കാരണമായത് ആ സോഷ്യൽ മീഡിയ എന്ന ജിഹാദിയൻ ആശയമാണ്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പണത്തിന്റെ മേൽപ്പത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന മുടിവെക്കാനും മുടിവെച്ചാരാധിക്കാൻ വേണ്ടി പള്ളി എന്ന വ്യാജേന പാലസ് കെട്ടിപ്പടുക്കാനും ശ്രമിച്ചപ്പോൾ അരുത് എന്ന് പറയാൻ, ഞങ്ങൾ ആൺകുട്ടികളായ സുന്നി മക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയാനും ആർജവം കാണിച്ചതും ആ പ്രിയപ്പെട്ട മീഡിയ രംഗത്തെ പ്രബുദ്ധരായ ARCKPയെ പോലെയുള്ള ജിഷാൻ മാഹിയെ പോലെയുള്ള
മറുഭാഗത്തുനിന്നുകൊണ്ട് കടന്നു വന്നവർ തന്നെയാണ്. അവർക്ക് ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടല്ല, ആശയത്തിന്റെ വറ്റാത്ത നീരുറവ കൊടുത്തുകൊണ്ടാണ് സമസ്ത അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. അതുകൊണ്ടായിരുന്നു അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ നിഴലിപ്പറ്റിക്കഴിഞ്ഞാൽ, അവരുടെ തണലിൽ നിന്നാൽ ഏത് ഏകാധിപതിയുടെയും ചെകുത്താന്റെയും ഭീഷണിക്ക് മുമ്പിൽ മുട്ടമടക്കാതെ പണത്തിന്റെ പളപലത്തിൽ കൊടുക്കാനും സിഹറിന്റെ ചെകുത്താന്റെ വലയത്തിൽ തലച്ചു കെട്ടാനും കഴിയാതെ എല്ലാം തുണവൽ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണമെങ്കിൽ പാണക്കാട് കുടുംബത്തിന്റെ തണലും മുഷാവറയുടെ നിഴലും പറ്റിക്കൊണ്ട് കഴിയണമെന്ന് അവർ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ പറയാൻ അവർക്ക് ആണത്തം കാണാൻ സാധിച്ചത്. അവരെ അഭിനന്ദിക്കാനേ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രലോഭനങ്ങളെ കൊണ്ടും പ്രകോപനങ്ങളെ കൊണ്ടും നിങ്ങളെ ഒരുപക്ഷെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടായേക്കാം. പണം അട്ടിപ്പാറാക്കി വെച്ചുകൊണ്ട് വിലക്കെടുക്കാൻ ശ്രമിച്ചവരുണ്ടായേക്കാം. നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂച്ചുവിലെന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയവരുണ്ടായേക്കാം. മാരണവും സിഹറും ചെയ്തുകൊണ്ട് നിങ്ങളെ തകർത്ത് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടായേക്കാം. എല്ലാ വെല്ലുവിളികളും തലമുറകരിച്ചുകൊണ്ട് ആശയത്തിന്റെ പടവാളേന്താൻ നീതിക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തോട് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘശക്തിയുടെ പ്രചരണ പ്രവർത്തനങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. SKSSFന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്നതാണ്. പരിശുദ്ധ ഇസ്ലാം നീതിയുടെ മതമാണ്. അനീതിക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലോകം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിലും ഇടവനും ഒരു വംശത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും മനുഷ്യനെ വിഭജിച്ച കാലഘട്ടത്തിൽ, ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ, വർണ്ണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ കറുത്തവർഗക്കാരെ മാറ്റി നിർത്തപ്പെട്ട കാലഘട്ടത്തിൽ, എന്തിനേറെ സകത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒരു ജനത പൊറുതിമുട്ടിയപ്പോ അവർക്ക് നീതിയുടെ നീരുറവ ചൊരിച്ചു കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഞാനതിന്റെ വിശദാംശങ്ങളൊക്കെ കടക്കാൻ ആഗ്രഹിക്കുകയല്ല. ഇസ്ലാം ഒരിക്കലും വിവേചനം പറഞ്ഞിട്ടില്ല. ഇസ്ലാം ഒരിക്കലും പരസ്പരം അകറ്റുമാറ്റാൻ പറഞ്ഞിട്ടില്ല. സാമൂഹ്യ നീതിയും രാഷ്ട്രീയ നീതിയും സാമുദായിക നീതിയും സാമ്പത്തിക നീതിയും എല്ലാം വേണമെന്ന് പറഞ്ഞ ഒരു സാർവജനീന കാലിക മതമാണ് പരിശുദ്ധമായ ഇസ്ലാം മതം. വർഗവർണ്ണവറിയന്മാർക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ മതമാണ് ഇസ്ലാം. കറുത്തവർഗക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, വെള്ളക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കറുത്തവൻ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന കഅബയുടെ മുകളിൽ കയറി പരിശുദ്ധമായ ബാങ്കുലം എടുക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചത് കറുത്ത വർഗക്കാരനായ നീഗ്രോ ജാതി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. എനിക്ക് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ട പ്രവാചകരെ, ഞാനതിന് യോഗ്യനല്ല, ഞാൻ കറുത്ത വർഗക്കാരനാണ്, എന്റെ മുടി ചമ്പിച്ചതാണ്, എന്റെ മൂക്ക് പരന്നതാണ്, ഞാനതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ കയറൂ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിൽ പറഞ്ഞ ബിലാലിനെ ഉത്തംഗ സോപാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രിയപ്പെട്ട ബിലാലിന്റെ വാങ്ങ കേട്ടാൽ വെള്ളക്കാരനായ സൽമാനും ഫാരിസിയും കുലമഹിമയുള്ള പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പണാധിപത്യമുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സ്വാത്വികവദ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരോഗ്യ തടകാത്രനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് പാഞ്ഞെത്താൻ ഒരു കറുത്തവന്റെ ബാങ്ക് കേൾക്കേണ്ടി വന്നു എങ്കിൽ കറുത്ത വർഗക്കാരനെ മാറ്റി നിർത്താതെ സാമൂഹ്യ സോഷ്യലിസത്തിന്റെ സാമൂഹ്യപരമായിരിക്കുന്ന നീതിയുടെ നിയമം എങ്ങനെ കാണിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത മതം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമായി കട്ടബന്റെ കൈവെട്ടാനാണ്. കട്ടബന്റെ കൈവെട്ടാനുള്ള തീരുമാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു കുലമഹിമയായ പെണ്ണ് ഒരാളുടെ സ്വത്ത് മോഷ്ടിച്ചത്. മോഷ്ടിക്കപ്പെട്ട വാർത്ത നാടാകെ പരന്നു. മഖ്സൂമി ഗോത്രത്തിലെ പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്നു. അവളെ കൊണ്ടുവന്ന സന്ദർഭത്തിൽ കൈവെട്ടാൻ പ്രവാചകനാകുന്ന ലോക ജഡ്ജിയുടെ ഉത്തരവാണ്. ആ ഉത്തരവ് കേട്ടുകൊണ്ട് കൈവെട്ടാനുള്ള എല്ലാ ശ്രമം നടത്തിയ സമയത്താണ് നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ ഒത്തുകൂടിക്കൊണ്ട് പറഞ്ഞത് മഖ്സൂമി ഗോത്രമാണ്, എന്തുകൊണ്ടും ഈ നാടിന്റെ പ്രമുഖയാണവൾ,
അവൾ ഈ ഗോത്രത്തിന്റെ പേര് നശിപ്പിക്കും, അവളുടെ കൈ വെട്ടിക്കൂടാ. അതുകൊണ്ട് നിയമത്തുള്ളവർ എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായ ഉസാമയെ സമീപിക്കുകയാണ്. ഉസാമ എന്ന കൊച്ചുകുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, മോനെ, നീ ചെന്നുകൊണ്ട് നിന്റെ വളർത്തുപിതാവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, നീ കറുത്ത വർഗക്കാരനായതുകൊണ്ടും നീ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഇഷ്ടപുത്രനായതുകൊണ്ടും നിന്നെ വളർത്തുന്നവളുമുള്ള സ്നേഹം കലവറയില്ലാതെ തരുന്ന നബി തങ്ങളുടെ മുമ്പാകെ പറയാൻ ഞങ്ങളെക്കാൾ യോഗ്യൻ നീയാണ് മോനെ. മഖ്സൂമി ഗോത്രത്തിലെ പെണ്ണിനെ വെറുതെ വിടാനുള്ള ഒരു ദയാഭ്യർത്ഥന നീ കൊടുക്കണം അവിടെ എന്ന് പറഞ്ഞു. താരാട്ടുപാട്ടെന്ന പോലെ കുട്ടിക്കളി കളിച്ചുകൊണ്ട് ഉസാമയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടി വർത്തമാനമായി ഉസാമ നബിത്തകളെ സമീപിച്ചുകൊണ്ട് പറയുന്നു, പലരുടെയും ദയാഭ്യർത്ഥനയുണ്ട് പ്രിയപ്പെട്ട ഉപ്പ, നമുക്ക് ആ മഖ്സൂമി ഗോത്രത്തിലെ പെണ്ണിനെ വെറുതെ വിട്ടുകൂടെ? അവരുടെ കൈ വെട്ടാതെ അവരുടെ കൈ വെറുതെ വിട്ടുകൂടെ? ഇത്തവണ അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതുവരെ പുഞ്ചിരിച്ച മുഖം മഹാനായ നബി തിരുമേനിയുടേത് ചുമന്ന് തുടുക്കുകയാണ്. ശൗര്യം പൂണ്ട മുഖഭാവത്തോടുകൂടി പ്രവാചകൻ നേരെ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചില ആളുകൾ പറഞ്ഞയച്ചതാണോ ഉസാമയെ? മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട പെണ്ണിന്റെ ശുപാർശയുമായി ആരാണ് എന്റെ മുമ്പിലേക്ക് ഉസാമയെ പറഞ്ഞയച്ചത്? ഉസാമയെ മുമ്പിൽ വെച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുമെന്ന് മനസ്സിലാക്കിയോ? ഉസാമ എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. ഉസാമ പറയുന്നത് ഞാൻ അനുസരിച്ചു കൊടുക്കും. ശരിയാ, പറയൂ. എന്റെ മകള് ഫാത്തിമ കെട്ടാലും അവരുടെ കൈ വെട്ടുക തന്നെ ചെയ്യും. അവളെന്റെ കരളിന്റെ കഷ്ണമാണ്. പക്ഷേ അവളാണ് കട്ട് എന്നതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതെങ്കിൽ ഞാൻ അവളുടെ കൈ തന്നെ വെട്ടും. എന്നിട്ടാണോ മഖ്സൂമി ഗോത്രത്തിലെ പെണ്ണ്? അതുകൊണ്ട് നീതിയുടെ മുമ്പാകെ അവിടെ ഒരു വർഗത്തിന്റെയും ഒരു നാടിന്റെയും ഒരു ഗോത്രത്തിന്റെയും പേരിൽ ആർക്കും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് നിയമത്തിന്റെ നീതി നടപ്പാക്കിയ പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇസ്ലാമിക സന്ദേശം എല്ലാ മേഖലയിലും പ്രചരിപ്പിച്ചു കൊടുക്കുക എന്നതാണ് SKSF പ്രമേയത്തിലൂടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേവലം ഒരു മേഖല മാത്രമല്ല, സാമുദായികപരമായി അനീതിയാണ് നമ്മളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 90% മുസ്ലിമീങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന് പല മേഖലകളിലും ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ഞാൻ എല്ലാ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രമേയം പടർന്ന് പന്തുലിച്ച എല്ലാ ഭാഗത്തെയും കടന്നു ചെല്ലേണ്ട ലോകോത്തര വിഷയങ്ങളെ കണ്ടുമുട്ടേണ്ട ഒരു പ്രമേയമാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് നേരെ ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നീതി നിഷേധിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ എന്ന കാര്യം ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കപ്പെടേണ്ടതുള്ളത്? നീതിയുടെ മതമാണ് നീതിയുടെ പക്വതയോടുകൂടി അഭിമുഖീകരിക്കുന്നതെങ്കിൽ നീതിയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നവർക്ക് മുമ്പിൽ ജനാധിപത്യ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ കൊണ്ട് മാന്യമായി സുന്നികൾക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല എന്ന കാര്യം വളരെ തീർച്ചയാണ്. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കാൻ വേണ്ടി പല ആളുകൾ ശ്രമിക്കുന്നവരുണ്ട്. യാഥാസ്ഥികന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുന്നികളെ ചില ആളുകൾ ചെറുതാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ തന്നെയാണ് യാഥാസ്ഥികന്മാർ. യാഥാസ്ഥിക എന്ന് വിളിക്കുന്ന സമയത്ത് അല്പപ്പോലും അപകർഷതാബോധം നമുക്കില്ല, ചമ്മലോ ജാള്യതയോ നമുക്കില്ല. അഭിമാനത്തോടുകൂടി 1000 തവണ യാഥാസ്ഥിക എന്ന് വിളിച്ചാലും 1001ാമത്തെ തവണ അത് കേൾക്കാൻ കാർന്നു കുറിപ്പിക്കുന്നവരാണ് അഭിമാനമെന്ന സുന്നി. കാരണം പഴമയെ പിന്തുടരുന്നവരാണ് യാഥാസ്ഥികന്മാരെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ യാഥാസ്ഥികൻ. ലോകത്തിലെ 65 പ്രമേയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും വലിയ യാഥാസ്ഥിക പ്രമേയം. ആ പ്രമേയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് എന്നും പ്രചരിപ്പിക്കുന്നത് സുന്നികളാണ്. ഈ സുന്നികൾ തന്നെയാണ് നേതാക്കന്മാരും. സുന്നികൾ നിർവഹിച്ചതുപോലുള്ള നവോത്ഥാനം ആരാണ് നമ്മുടെ നാട്ടിൽ നിർവഹിച്ചത്? സാഹിത്യത്തിലാവട്ടെ, കലയിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, മറ്റേത് മേഖലയിലാവട്ടെ സുന്നികൾ നിർവഹിച്ചതുപോലുള്ള നവോത്ഥാനം മറ്റാരും നിർവഹിച്ചിട്ടില്ല. സാഹിത്യരംഗത്ത് 408 കൊല്ലത്തെ പഴക്കമുള്ള മുഹിദ്ദീൻ മാല, ആ മുഹിദ്ദീൻ മാലയെ വെല്ലുവിളിക്കാൻ മലയാളക്കൃതി ഇന്നേ വരെ നെഞ്ചു പിരിച്ചു വന്നിട്ടില്ല. ആദ്യത്തെ മലയാളക്കൃതി ചില ചരിത്രകാരന്മാർ പറയുന്നത് സംഘപരിവാറിന്റെ പേന കൊണ്ട് എഴുതി വെച്ചപ്പോ ഇപ്പൊ ചില ആളുകൾ പറയുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ വാൽമീകി രാമായണമാണ് എന്ന്. അല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ വാൽമീകി രാമായണം എഴുതുന്നതിന്റെ 2 കൊല്ലം മുമ്പ് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹിദ്ദീൻ മാല എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ മലയാള കൃതി പ്രിയപ്പെട്ട മുഹിദ്ദീൻ മാലയാണ്.
ആ മുഹിദ്ദീൻ മാല സുന്നികളുടെ സംഭാവനയാണ്. സുന്നികളുടെ സംഭാവനയോട് അയലത്ത് വെക്കാനുള്ള ഒരു കൃതി മറ്റുള്ളവർക്ക് നൽകാൻ ഇന്നുവരെ ഗദ്യത്തിൽ കഴിഞ്ഞിട്ടില്ല, പദ്യത്തിൽ കഴിഞ്ഞിട്ടില്ല. മാപ്പിളപ്പാട്ട്, ഇത് കാസർഗോഡ് ജില്ലയാണ്. മാപ്പിളപ്പാട്ടിന് സുന്ദര മനോഹരമായിരിക്കുന്ന ശീതക്കാറ്റ് വീശിയത് ഇന്നും സുന്ദര മനോഹരമായ പാട്ട് പാടുന്നത് ഈ കാസർഗോഡ് ജില്ലയിൽ വെച്ചുകൊണ്ടാണ്. മാപ്പിളപ്പാട്ടിന്റെ കൊട്ടാരക്കെട്ടിപ്പിടത്തത് മോയിൻകുട്ടി വൈദ്യർ എന്ന സുന്നിയാണ്. ചവറുപാട്ടല്ല, അശ്ലീലപ്പാട്ടല്ല, ലൈംഗികരുടെ ചേരുവ ചേർത്തുകൊണ്ടുള്ള തെറിപ്പാട്ടല്ല, അനുഗ്രഹീതമായിരിക്കുന്ന ധർമ്മയുക്തിന്റെയും നീതിയുടെയും പ്രാസമൊപ്പിക്കപ്പെട്ടിട്ടുള്ള സമ്പത്തും കാതലും കാമ്പും ധർമ്മവും സൂക്ഷിച്ചുള്ള മാപ്പിളപ്പാട്ട്. ആ മാപ്പിളപ്പാട്ട് സമർപ്പിച്ചത് ബദർപ്പാട്ടും പടപ്പാട്ടും പാടിയ മോയിൻകുട്ടി വൈദ്യരാണ്. സർഗാത്മകതയിലും കലയിലും സാഹിത്യത്തിലും സുന്നികളോളം തിളങ്ങാൻ ആർക്കും സാധിച്ചിട്ടില്ല. സ്ത്രീക്ക് വേണ്ടി ഏറ്റവും വലിയ സംഭാവന സമർപ്പിച്ചതും സമസ്തകൾ ജമിയത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന സുന്നി ആശയത്തിലെ പൂർവികരായിരിക്കുന്ന സുന്നി സൂരികളാണ്. അതിനോളം എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സിബിക് ചന്ദ്ര എന്ന പത്രപ്രവർത്തകൻ ഒരിക്കൽ അദ്ദേഹം പാഠതരത്തിലൊരു ലേഖനം എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, സുന്നികളെപ്പോലെ സ്ത്രീത്വത്തെ സമ്മതിക്കുന്നവർ മറ്റാരുമില്ല. നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന അങ്ങ് മിസ്രിലെ പെണ്ണിനെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് നഫീസത്ത് മാലയാണ്. അങ്ങ് റാബിയത്തുൽ അദവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും സുന്നികളാണ്. റാബിയത്തുൽ അദവിയ ഞാൻ നദ്വത്തുൽ മുജാഹിദിന്റെ കൃതിയിൽ വായിച്ചിട്ടില്ല. നഫീസത്തുൽ മിസ്രിയയെ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കൃതിയിൽ വായിച്ചിട്ടില്ല. ഞാൻ നഫീസത്തുൽ മിസ്രിയയെ കണ്ടതും ഞാൻ റാബിയത്തുൽ അദവിയെ വായിച്ചതും സുന്നി കൃതികളിലൂടെയാണ്. അങ്ങ് മിസ്രിലെ ആത്മീയ ചക്രവാളത്തിൽ വിരചിച്ചിട്ടുള്ള ഒരു നഫീസ ഉണ്ടായെങ്കിൽ ആ നഫീസയെ ഇടയാളയാക്കി ദൈവത്തിലെ കടുക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീത്വത്തിന്റെ സംഭാവനയെ സമർപ്പിച്ച, പെണ്ണെഴുത്തിനെ പരിശീലിപ്പിച്ച, പെണ്ണിന്റെ കവിതയെയും പെണ്ണിന്റെ ജീവിത വിശുദ്ധിയെയും കവിതയായി പാറാനും അത് പുണ്യമെന്ന് പറയാനും സുന്നികൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുക വഴി സ്ത്രീത്വത്തിന്റെ നവോത്ഥാനം സമർപ്പിച്ച പ്രസ്ഥാനവും സമസ്തയുടെ ആശയത്തിൽ നേരെ ഇവിടെ കഴിഞ്ഞുപോയിട്ടുള്ള ബഹുമാനപ്പെട്ട പൂർവ്വ സൂരികളായ സുന്നി പണ്ഡിതന്മാരാണ്. അങ്ങനെ ഏതേത് മേഖലയിലും അത് തന്നെയാണ്. യാഥാസ്ഥികന്മാരാണ് വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുത്തത്. എന്തിനേറെ പറയണം, ഇന്ന് കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടുകൂടി ആ രാജ്യത്തെ പ്രബോധനം നിർവഹിക്കാൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഏക പ്രസ്ഥാനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദവിമാരാണ്. അവരോട് വെല്ലാൻ ഒരു പണ്ഡിത കൂടാരങ്ങൾക്കും അല്ലെങ്കിൽ പാണ്ഡിത്യത്തിന്റെ നൽകിയിട്ടുള്ള ഈ പ്രബോധനത്തിന്റെ വൈജ്ഞാനിക വിപ്ലവം അനിർവചനീയമാണ്. ആ ഹുദവിമാരുടെ പ്രവർത്തന ഫലമായിക്കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ കേരളം കൈവരിക്കാൻ സാധിച്ചു. ആരാ ദാറുൽ ഹുദയുടെ ശില്പി? പണ്ട് മുതലേ നമ്മൾ കേട്ടും കണ്ടും പഠിച്ചിട്ടുള്ള മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരാണ്. നെരിയാണിക്ക് മേലെ തുണിയെടുത്ത്, മുട്ടിന്റെ താഴെ മുടി തുണിയെടുത്ത് വയോവൃദ്ധനായി നടന്ന് കേവലം സൂപ്പർ വൈറ്റ് അലക്ഷ്യമായി മുക്കി നടന്ന ഒരു മുഷിഞ്ഞ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാന യാഥാസ്ഥികനുണ്ടായിരുന്നു പ്രിയപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ. നടന്നുകൊണ്ട് മദ്രസ പ്രസ്ഥാനമുണ്ടാക്കിയ മഹാരഥൻ, നടന്നും കിടന്നുറങ്ങിയും കൊതുകിന്റെ കടികൊണ്ടും പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ മഹാനാ CH ഹൈദ്രോസ് മുസ്ലിയാർ എന്ന ഏറ്റവും മഹത്വരമായ ഒരു യാഥാസ്ഥികനാണ്. ഏറ്റവും വലിയ പുരോഗമനപരമായ ഒരു സ്ഥാപനത്തിന്റെ ബീജം തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട CH ഉസ്താദിന്റെ മനോമുഖരത്തിലാണ് ദാറുൽ ഹുദ എന്ന വിപ്ലവത്തിന്റെ തീജ്വാല പാറിയതെങ്കിൽ ഏറ്റവും വലിയ യാഥാസ്ഥികൻ അങ്ങനെ പുരോഗമനവാദിയാകാം എന്ന് പറയുന്നത് സമസ്തയാണ്. എന്ന പോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളുടെ കൂടെ ഒരു ദിവസം ജീവിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഹാബത്ത് ജീവിക്കുന്ന അനുഭൂതി ലഭ്യമാകത്തക്ക രൂപത്തിൽ ഞാൻ അതിനോട് ഉപമിക്കുന്നത് ഒരുപക്ഷേ അധികരിക്കപ്പെട്ടാണെങ്കിൽ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എങ്ങനെ സ്വഹബത്തിരുന്നുവോ അപ്രകാരം അണികളെ ഇരുത്തിക്കൊണ്ട് തന്റെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളെയും ഭക്ഷണം കഴിക്കുന്നതിലും കുടിച്ച ഗ്ലാസിന്റെ ചായയുടെ ചായപ്പൊടി പോലും കുടിച്ചാലേ നീ ചായയോട് നീതി കാണിക്കൂ എന്ന് പഠിപ്പിച്ച മഹാനായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ. ആ അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടാൽ തോന്നും, ചേലും കോലും കണ്ടാലും നടപടി കണ്ടാലും വർത്തമാനം കണ്ടാലും ഒരുപക്ഷെ സ്ഫുടഭാഷയല്ല, ഒരുപക്ഷെ ഇസ്തിരിയിട്ടതായിരിക്കുന്ന വേഷമല്ല, ഒരുപക്ഷെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖഭാഗമായിരിക്കില്ല, ആർഭാടത്തിന്റെ ഗജവീരമാളകളുടെ യാത്രയായിരിക്കില്ല, ഏറ്റവും വലിയ പ്രൗഢമായ കാറിന്റെ അകമ്പടി ഉണ്ടാവില്ല. ശാന്തനും സ്വാത്വികനുമായ ആ വയസ്സനായ
പഴമക്കാരനായ ആ മനുഷ്യനാണ് ഇന്ന് എന്നും ബ്രിട്ടീഷിന്റെ സ്കൂളുകൾക്ക് പോലും ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ഔദ്യോഗികമായി കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമായി UAE അല്ലയിൽ ഇന്ത്യൻ നാഷണൽ സ്കൂൾ എന്ന ഒരു സ്കൂൾ കെട്ടിപ്പടുത്ത് 5000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും പാഠം പഠിക്കാൻ ചൊല്ലാൻ മാത്രം ഒരു ഗൈഡായി വർത്തിക്കപ്പെട്ടിട്ടുള്ള സാക്ഷാൽ സ്ഥാപനം അത് കെട്ടിപ്പടുത്തത് ഈ അത്തിപ്പറ്റ ഉസ്താദാണ്. ഒരു യാഥാസ്ഥികൻ അങ്ങനെ പുരോഗമനവാദിയാകാം എന്ന് പഠിപ്പിച്ച സമസ്തയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാളെ ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതിൽ നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമായി വളരുമ്പോൾ ആവശ്യമായ നീതി കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടാവുന്ന നീതി കിട്ടണമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ചില മേഖലകളിൽ ഒരു കാൽവെപ്പ് സുന്നി പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും വലിയതാണ്. ചോദിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾ നേടപ്പെടൂ എന്നതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതം എന്ന് പറയുന്ന പത്രവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വന്നത്. ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പറയാൻ മറ്റുള്ളവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങളായി തന്നെ പറയണമെന്നതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രഭാതം എന്ന പത്രത്തിന്റെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. ഞാനത് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ചില ആളുകൾ പറഞ്ഞു സുപ്രഭാതം വന്നാൽ ഇവിടെ അവർക്കത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല, 10 വരിക്കാരെ വെച്ചുകൊണ്ട് പിച്ച വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഞങ്ങൾ സുപ്രഭാതം തുടങ്ങുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് നടന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സുപ്രഭാതം ഒരുപാട് എഡിഷനുകളിലായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരൊറ്റ ദിവസത്തിൽ 6 എഡിഷനുകളിൽ 5 ലക്ഷം കോപ്പികളുമായി കേരളക്കരയിൽ വിരാജിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മാറ്റുരക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളല്ല, കേരളത്തിലെ ഏതെങ്കിലും സാമുദായിക പാർശ്വവൽക്കരിക്കപ്പെട്ട പത്രങ്ങളല്ല. സമസ്തയുടെ സുപ്രഭാതത്തിന് അത്തരം രാഷ്ട്രീയ പത്രങ്ങൾ ഒരു ഇരയേ അല്ല. മുത്തശ്ശി പത്രങ്ങളും മാടമ്പി പത്രങ്ങളുമാണ് ഇന്ന് സമസ്തയുടെ മത്സരം. ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോടാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുഴുവനും വാരിക്കൂട്ടി വെച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ അച്ചായന് വിദ്യാഭ്യാസം നൽകിക്കൊടുക്കുന്ന മുത്തശ്ശി പത്രം, ആ പത്രങ്ങളുടെ മുമ്പിൽ ചോദിക്കാനുള്ള ഒരാർജവത്തോടുകൂടി ഇനി സുപ്രഭാതമുണ്ടാകും. ഞങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പത്രത്തിനും എതിരല്ല. ചില ആളുകൾ പറഞ്ഞു ചന്ദ്രിക പൂട്ടേണ്ടി വരുമെന്ന്. അതാരും ധരിക്കണ്ട. ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ പത്രമാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെ ചന്ദ്രിക നടത്താനുണ്ടാകും. ഞങ്ങളിൽ പലരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെയാണ്. ഞങ്ങൾ ചന്ദ്രികക്കെതിരല്ല, ഞങ്ങൾ വീഴ്ചക്കെതിരല്ല, ഞങ്ങൾ ദേശാഭിമാനിക്കെതിരല്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സറിവ്, ഞങ്ങളുടെ പ്രതിപക്ഷവും സമുദായത്തിന്റെ ചൂടും കെട്ടുകടിഞ്ഞുകൊണ്ട് സമുദായത്തിന്റെ സമ്പത്ത്, സമുദായത്തിന്റെ ചോര കുടിച്ചുകൊണ്ട് വളരുന്ന ചില രൗദ്രപാപം പൂണ്ട നീരാളി പത്രങ്ങളുണ്ട്. ആ പത്രങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അജണ്ട തീരുമാനിച്ചതാണ് ഇതുവരെ. മുസ്ലിമീങ്ങൾ എങ്ങോട്ട് പോകണം, മുസ്ലിങ്ങൾ ആരാകണം, മുസ്ലിമുകൾ എന്ത് പറയണം എന്ന് തീരുമാനിച്ച ആളുകളുണ്ടായിരുന്നു. NSSകാരുടെയും SNDPകാരുടെയും അരമനക്കൾ ചെന്നുകൊണ്ട് മുട്ടുകിടക്കുന്ന മുത്തശ്ശി പത്രങ്ങളുടെ മുമ്പാകെ സുപ്രഭാതമുണ്ടാവില്ല. അവിടെ കാണും സുപ്രഭാതം ഒരു തീജ്വാലയായി അതിശക്തമായിക്കൊണ്ട് തന്നെ പറയും. ഇനി വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോ ആരടാ എന്ന നടേശന്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാനടാ എന്ന് പറയാൻ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജുകൾ ഇനി ഉണ്ടാകും. ചില ആളുകൾക്ക് വിയർക്കുകയാണ്. എവിടെ എത്തുമെന്നറിയും. തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിലും ഇടവനും ഇന്നാദ്യം പലർക്കും കിട്ടേണ്ടത് സുപ്രഭാതമാണ്. കാരണം പക്ഷപാതം ചേരാതെ, ഒരു കക്ഷിത്വം ചേരാതെ നീതിയോടുകൂടി പറയാനുള്ള പത്രം സുപ്രഭാതമാണ് എന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഗത്ഭനായിരിക്കുന്ന രമേശ് ചെന്നിത്തല തന്റെ കൈപ്പടയിൽ എഴുതി കൊടുത്തുകൊണ്ട് സുപ്രഭാതത്തിന് അയച്ചു തന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഇതേപോലൊരു പത്രം കണ്ടിട്ടില്ല. തുടങ്ങിയ നാളെ മുതലേ ഇരുത്തം വന്നൊരു പത്രത്തിന്റെ പ്രൗഢിയോടുകൂടി സുപ്രഭാതമുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഈ പത്രം അജയ്യമാക്കപ്പെടാനുള്ള കാരണം നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം നീതിക്ക് വേണ്ടി പറയാൻ വേണ്ടി പടവാളേന്തേണ്ടി വന്നപ്പോ അത് സുപ്രഭാതപടിയെ സാധിക്കുമെന്ന് കണ്ടപ്പോ ആ നീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. എന്ന പോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഇന്നും സാമ്പത്തിക രംഗത്ത് അസന്തുലിതാവസ്ഥകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നീതിക്ക് വേണ്ടി പറയാൻ ഉണ്ടാകണമെന്നാണ്. മുസ്ലിം സമുദായം സാമ്പത്തിക രംഗത്ത് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരുപാട് ഔദാര്യങ്ങളും ഒരുപാട് നിഅമത്തുകളും നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ അതിന്റെ മുമ്പാകെ പല ആളുകളും ഇന്ന് ദൂർത്ത് നടിച്ചും പ്രൗഢി കാണിച്ചും അഹങ്കരിച്ചും പൊങ്ങച്ചം കാണിച്ചുകൊണ്ടും കല്യാണങ്ങൾ നടത്തുന്നവരുണ്ട്. അതിന്റെ മുമ്പാകെ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രമേയം എന്തുകൊണ്ടും ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണ്. കലവറയില്ലാതെ ആ പ്രമേയത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സുന്നി മൽ ഫെഡറേഷൻ അവതരിപ്പിച്ച് ഇന്നും SKSF അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന നാടാകെ പറയുമ്പോ അത് നമ്മുടെ മുമ്പിൽ എല്ലാ ഭാഗത്തും ആ രൂപത്തിലൂടെ ശബ്ദം കൂട്ടായി വരുമ്പോ അതെന്തുകൊണ്ടും സന്തോഷകരമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം.
കല്യാണങ്ങളുടെ മാമാങ്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണമേളകൾ ഉത്സവത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് കാസർഗോഡാണ്. ഈ കാസർഗോഡ് വെച്ചുകൊണ്ടാണത്രേ പല പത്രങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നു, പണമുള്ളവൻ പണം കാണിക്കാൻ വേണ്ടി അവൻ കണ്ടെത്തുന്ന മാർഗമാണ് തന്റെ കുട്ടിയെ കെട്ടിക്കുന്ന, തന്റെ മകൻ വിവാഹം കഴിക്കുന്ന ആ ദിവസവും തലേ ദിവസങ്ങളും നാടാകെ ആറാട്ടും നടത്തി പൂരപ്പറമ്പ് പോലെ കല്യാണമേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്തുബദർ തബ്ദീറ ഇന്നൽ മുബദ്ദിലിനക്കാനോ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ ദൂർത്ത് നടത്താൻ പാടില്ല. അങ്ങനെ ദൂർത്ത് നടത്തുന്നത് പിശാചിന്റെ സഹോദരന്മാരാണ് എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമ്മുടെ മുമ്പാകെയുണ്ട്. നിങ്ങൾ കടലിൽ വെച്ചുകൊണ്ട് പുഴയിൽ വെച്ചുകൊണ്ട് വുളു കൊടുത്താൽ പോലും വുളുവിനേക്കാൾ അമിത വെള്ളം അവിടെ നിന്ന് മുക്കല്ലേ എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വുളുവിനേക്കാൾ അമിതമായൊരു തുള്ളി വെള്ളം കടന്ന് മുക്കിയെടുത്താൽ അത് ദൂർത്താണ് എന്ന് പഠിപ്പിച്ചത് മഹാന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കൊച്ചിയിലെ ഒരു കല്യാണ സദസ്സിൽ ഒരു കല്യാണക്കാരൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു നാടകം, അയാളുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി അയാൾ നാടാകെ പന്തൽ കെട്ടി ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, അനാവശ്യ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിളമ്പി വെച്ചു. നാട്ടുകാരെ ചില ആളുകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിദ്വാൻ ഒരു പണി ഒപ്പിച്ചു. നേരെ കാറ് വാങ്ങുന്ന കാറിന്റെ ഷോറൂമിലേക്ക് വിളിച്ചുകൊണ്ടൊരു കാറ് പെട്ടെന്ന് ഇറക്കാൻ പറഞ്ഞു. ഇറക്കി കല്യാണ സദസ്സിന്റെ കല്യാണ പന്തലിന്റെ മുമ്പാകെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ചമയിച്ചു വെച്ച് അവിടെ ഫ്ലക്സ് ബോർഡ് കെട്ടിവെച്ചു. ഈ കാറിന്റെ ചാവി ഏതൊരു ബിരിയാണി പ്ലേറ്റിലുണ്ട്, അത് കിട്ടുന്നവൻ ഈ കാർ അവകാശപ്പെട്ടതാണ് എന്ന് എഴുതി വെക്കേണ്ട താമസം അരമണിക്കൂർ കൊണ്ട് ബിരിയാണി ചെമ്പ് നാട്ടുകാർ വടിച്ചു നക്കിയത്രേ. ഇതൊരു പണക്കാരൻ ചീതിക്കൂട്ടി ഒരു നാടിനെ വിലക്കെടുത്തതാണ്. ഇത്തരം പണക്കാരുടെ മുമ്പിൽ കുമ്പസരിക്കുന്നവനാകാൻ പാടില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായി പട്ടിണി പാപങ്ങൾ കഷ്ടപ്പെടുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം. അരച്ചാൾ വാരന്റെ കൊണ്ട് കഷ്ടപ്പെടുന്ന നാട്ടുകാർ തന്റെ മകളെ കെട്ടിച്ചയക്കുന്നതിന്റെ സ്ത്രീധനം എന്ന ചെകുത്താൻ അട്ടിപ്പാറായി വരുന്നതിന്റെ പേരിൽ മക്കളെ കെട്ടിച്ചയക്കാൻ കഴിയാത്ത മക്കളുണ്ടാകും നാട്ടിലുണ്ടാകുമ്പോ, ഒരു വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ ഒരു കൂര വെച്ച് കെട്ടാൻ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ, സാമൂഹ്യപരമായ അനീതിയാൽ നമ്മുടെ നാട് പൊറുതിമുട്ടുമ്പോ നീതിക്ക് വേണ്ടി ദൂർത്തിനെ ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് വേണ്ടി തയ്യാറാകാനുള്ള ഒരു വിളംബരം കൂടി SKSF ഈ ഇതിന്റെ ഭാഗമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമത്തിന്റെ നീതിയും നമുക്ക് നടപ്പാക്കപ്പെടേണ്ടതുണ്ട്. ഒരു ജനതയെ മുഴുവനും അനീതിയോടുകൂടി നോക്കിക്കാണുന്ന ജനതയാണ്. ഭരണഘടന എല്ലാവർക്കും തുല്യമാക്കപ്പെടുന്നതിന് പകരം ഒരു വിഭാഗത്തിന് മാത്രമായി എതിർക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴും ചില നിയമം ചില ആളുകളെ മാടമ്പിമാരെ പിടിച്ചുകെട്ടാൻ തയ്യാറായതും സന്തോഷകരമാണ്. ഒരു ഭാഗത്ത് ജയലളിത ജയിലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജയലളിത ജയിലിൽ പാർപ്പിക്കപ്പെടാൻ വേണ്ടി സ്വന്തം നാടായ തമിഴ്നാട്ടിലെ ഭരണകൂടം ജയലളിതയുടെ മുമ്പിൽ കുമ്പസരിക്കുമെന്ന് കണ്ടപ്പോ കർണാടക സ്റ്റേറ്റിലാണ് കേസ് ഫയൽ ചെയ്തത്. കർണാടക ഹൈക്കോടതിയാണ് ജയലളിതയെ തുറങ്കലടച്ചത്. ജയലളിത ഇന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു സ്വർണത്തിന്റെ മേലിൽ കിടന്നുറങ്ങാൻ കഴിയുമെങ്കിൽ അത് ഞാനാണെന്ന് പറഞ്ഞ് സാക്ഷാൽ ജയലളിത. എന്റെ ചെരുപ്പിന്റെ പത്രാസ് കണ്ടുകൊണ്ടായിരിക്കണം തമിഴ്നാട് ഉണരേണ്ടത് എന്ന് പറയാതെ പറഞ്ഞ ജയലളിത എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രൗഢം തന്നെയാണല്ലോ. എത്രമാത്രം അർത്ഥഗർഭമാണ് ആ വാക്ക്. ജയലളിതയുടെ മേൽ തോളിൽ മാറാപ്പ് കയറ്റിവെച്ചു കൊടുത്തതും ദൈവം തമ്പുരാൻ തന്നെയാണ്. ഇവിടെ നീതി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അബ്ദുൽ നാസർ മഅദനിയെ ജയിലിലടക്കപ്പെട്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർമ്മ വരികയാണ്. അബ്ദുൽ നാസർ മഅദനി ജയിലിലടക്കപ്പെട്ടപ്പോൾ ചിരിച്ച പല ആളുകളുണ്ട്. നാസർ മഅദനി പാർപ്പിക്കപ്പെട്ട അതേ തുറങ്കരയിൽ തന്നെയാണത്രേ ജയലളിതയിൽ പാർപ്പിക്കപ്പെടാൻ തമ്പുരാനായ അള്ളാഹു വിധിച്ചതെങ്കിൽ ചരിത്രം മാപ്പ് തരില്ല. ആ രംഗത്തിന് മാപ്പ് തരാതെ ചരിത്രം ഇന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ജയിലറകളിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെതിരെയും നമുക്ക് ശബ്ദിക്കപ്പെടേണ്ടി വരും. സക്കരിയ എന്ന തൃശൂരിലെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ട് പോലും ഇന്നും ജയിൽ കൊണ്ട് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കുറ്റം പോലും വിചാരണ ചെയ്യപ്പെടാതെ, അവരുടെ FIR പോലും തയ്യാറാക്കപ്പെടാതെ ജയിലിൽ പാർപ്പിക്കപ്പെടുന്ന അവസ്ഥക്കെതിരെ നീതിക്ക് വേണ്ടി നിയമത്തിന്റെ വഴിയെ പോകാനുള്ള അതിശക്തമായ ശബ്ദം SKSFന്റെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദമായി പറയാൻ സമയമില്ലാത്തതൊന്നും കിടക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാഇന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഏതൊരു ചലനാത്മകതയും ഉണ്ടാവുകയുള്ളൂ. ഉലമാഇന്റെ ശക്തിയില്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനം നേടപ്പെടുക സാധ്യമല്ല. ആ രംഗത്ത് രാഷ്ട്രീയപരമായ നേട്ടത്തിന്റെ മുമ്പിലും
മുസ്ലിം സമുദായത്തെ സമർപ്പിച്ചത് സാമൂഹ്യ രാഷ്ട്രീയപരമായ നീതി. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയപരമായ നീതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിശക്തമായി ഏറ്റവും വലിയൊരു പ്രധാനമായി കൊണ്ട് കരുതപ്പെടാൻ സാധിക്കുകയാണ്. ബാഫക്കിത്തങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരള മുസ്ലിങ്ങൾ നേട്ടം കൈവരിക്കുമായിരുന്നില്ല. രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ മുസ്ലിമുകൾ തമ്മിൽ ഭേദമാണ്. 30 കൊല്ലക്കാലം CPM ഭരിച്ച പശ്ചിമ ബംഗാളിൽ കൽക്കട്ട കടിഞ്ഞാൽ ടാറിട്ട റോഡ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ തുടങ്ങുന്നൊരു മുസൽമാന്റെ ഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ട് റോഡില്ലാത്ത, വൈദ്യുതിയില്ലാത്ത, വെള്ളമില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ ചെളിയിലും ചേറിലും ചളിയിലും കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങളെ വിഭാവനം ചെയ്യപ്പെട്ട് 60% പ്രൈമറി തല വിദ്യാഭ്യാസം പോലും കിട്ടാതെ പിന്തള്ളപ്പെട്ട മുസ്ലിമീങ്ങളുള്ള പശ്ചിമ ബംഗാൾ, ത്രിപുരയും ബീഹാറും അതോടൊപ്പം തന്നെയാണെങ്കിൽ 100% മുസ്ലിമീങ്ങൾക്കും പ്രൈമറി തല വിദ്യാഭ്യാസം കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ കാരണത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് രജീന്ദ്രൻ സച്ചാർ പറഞ്ഞു, 2 കാരണമാണ്. ഒന്ന്, ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ രാഷ്ട്രീയപരമായ അവബോധം. 2, മദ്രസ പ്രസ്ഥാനത്തിന്റെ കാര്യക്ഷമത. പച്ചക്ക് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഉയർന്നു. ആ രംഗപ്രവേശത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സുന്നി കോണിൽ നിന്നുകൊണ്ട് മാത്രമാണ് സാമുദായികപരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്തിന്റെ മുമ്പത്തെ പാർട്ടി സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ പച്ച പതാക, മുസ്ലിം ലീഗിന്റെ അടിത്തറയുള്ള ഭരണഘടന, മുസ്ലിം ലീഗിന്റെ തലയെടുപ്പുള്ള ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന ലിയാഖത്ത് അലി, ഷൗക്കത്ത് അലി, പ്രഗത്ഭനായിരിക്കുന്ന മുഹമ്മദ് അലി ജിന്ന, ആരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ജിന്ന സാഹിബിന്റെ നേതൃത്വത്തിൽ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോഴാണ് 1937 ഫെബ്രുവരിയിൽ മദ്രാശി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട്ട് മത്സരിക്കാൻ വന്നു മഹാനായ സീതി സാഹിബ്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ല, അന്ന് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗാണ്. മഹാനായ സീതി സാഹിബ് നിയമജ്ഞനാണ്. സീതി സാഹിബ് പ്രഗത്ഭനായിരിക്കുന്ന പണ്ഡിതനാണ്, പ്രഗത്ഭനായിരിക്കുന്ന ബഹുഭാഷാ പാണ്ഡിത്യമുള്ള ആളാണ്. ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട പ്രബുദ്ധനായ സീതി സാഹിബ്. ആ സീതി സാഹിബ് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ്. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ല, സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ചിഹ്നമില്ല, സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കന്മാരുടെ പിൻബലമില്ല, ഒരു പാർട്ടിയുടെ പിൻബലമില്ലാതെ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ മറുഭാഗത്ത് മത്സരിക്കുന്നു. തികഞ്ഞ സ്വതന്ത്രനായി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സീതി സാഹിബ് അന്ന് തോറ്റു. മഹാനായ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ വിജയിച്ചു. എന്താ കാരണം? ഒരാളുടെയും പിന്തുണയില്ലെങ്കിലും മഹാനായ ബാഫഖ് തങ്ങളുടെ തലപ്പാവേന്തിയ പ്രൗഢമായ നേതൃത്വം പ്രിയപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്കുണ്ടായിരുന്നു. ബാഫഖ് തങ്ങൾ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ കൂടെയാണ്. അഹ്ലുൽ ബൈത്തിന്റെ പാരമ്പര്യം അവിടെയാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ പച്ചപിടിക്കാൻ മദ്രാശിയിൽ കഴിയില്ല, രാജാജി ഹാളിന്റെ പരിസരത്ത് പച്ചപ്പതാക ഏന്താൻ കഴിയില്ല എന്ന് കണ്ട സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ പച്ചപ്പതാക നെഞ്ചോട് ചേർത്ത് വെച്ചത് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖ് തങ്ങൾക്കാണ്. ബാഫഖ് തങ്ങളുടെ കയ്യിലേക്ക് പതാക കിട്ടിയപ്പോൾ പച്ചപ്പ് നേടി കേരളം പ്രൗഢമായി. ആ ഖായിദ മില്ലത്ത് കാണാതെ 1.25 ലക്ഷം ഭൂരിപക്ഷത്തോടുകൂടി മഞ്ചേരിയിൽ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കപ്പെടാൻ സാധിച്ചെങ്കിൽ മഞ്ചേരി കാണാത്ത ഖായിദ മില്ലത്തിനെ തെരഞ്ഞെടുക്കാൻ സാധിച്ചത് മഹാനായ ബാഫഖ് തങ്ങളുടെ തലപ്പാവാണ്. ആ ബാഫഖ് തങ്ങളെയും പൂക്കോയത്തങ്ങളെയും ഈ മലയാളക്ക് വരദാനമായി സമർപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. രാഷ്ട്രീയപരമായ നീതി അവകാശപ്പെടാൻ സാധിക്കുമെങ്കിൽ അതും പ്രൗഢമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടെയാണ്. സമസ്തയില്ലാതെ കേരളത്തിൽ സാമുദായിക നീതി സാധ്യമല്ല, മുസ്ലിം സമുദായത്തിന്റെ സാമൂഹ്യ നീതി സാധ്യമല്ല, സമസ്തയില്ലാതെ രാഷ്ട്രീയ നീതി സാധ്യമല്ല, സമസ്തയില്ലാതെ സാഹിത്യനീതി സാധ്യമല്ല, സമസ്തയില്ലാതെ നവോത്ഥാനം അവകാശപ്പെടാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും സമസ്ത നിർവഹിച്ചിട്ടുള്ള സംഭാവന അനിർവചനീയമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ ആ വിളംബരവും അറിയിച്ചുകൊണ്ടാണ് SKSFന്റെ ഗ്രാൻഡ് ഫിനാലെ ഈ വരുന്ന ഫെബ്രുവരി മാസം 2015, 19, 20, 21, 22 തീയതികളിൽ സമർക്കണ്ടിൽ തൃശ്ശൂരിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ മുഴുവനും ക്ഷണിക്കുകയാണ്. 25,000 വളണ്ടിയർമാരുടെ പരേഡ് അവിടെ നടക്കാൻ പോകുന്നുണ്ട്. 25 പദ്ധതികൾ സമർപ്പിക്കപ്പെട്ടുകൊണ്ടാണ് നാട്ടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി 25 പദ്ധതികൾ 25,000 വരുന്ന സത്യധാരയുടെയും 2,500 വരുന്ന ശാഖകളുടെ പുനരാവിഷ്കരണത്തിലൂടെയും പുതിയൊരു ചരിത്രം കുറിക്കപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഗ്രാൻഡ് ഫിനാലെ തൃശ്ശൂർ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ മുഴുവനും ക്ഷണിച്ചുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ ഒരു ക്യാമ്പയിൻ നടക്കാൻ പോകുന്നു. വിവാഹധൂർത്ത്, മുസ്ലിം ലീഗിന്റെ വിവാഹധൂർത്തിനെതിരെയുള്ള ക്യാമ്പയിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയും അഴിമതിക്കെതിരെയും അതേപോലെ തന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന
ഏറ്റവും വലിയ വിപത്തായി മാറിയ മദ്യത്തിനെതിരെയും എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ട് സുന്നി യുവജന സംഘം പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തിന്മക്കെതിരെ ജനശക്തി എന്ന പ്രമേയത്തിൽ നവംബർ മാസത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതിന്റെ തുടക്കം അതിന്റെ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ നവംബർ 1-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രൗഢമായ ഉദ്ഘാടന വേദി ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും പ്രൊഫസർ കെ ആലിക്കുട്ടി സാദ് അധ്യക്ഷത വഹിക്കുകയും പദ്ധതി ബഹുമാനപ്പെട്ട കൂട്ടമല TM ബാബു മുസ്ലിയാർ സമർപ്പിക്കുകയും മുഖ്യാതിഥിയായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംബന്ധിക്കുകയും അബ്ദുൽ സമദ് സമദാനിയും അബ്ദുൽ സമദ് പൂക്കോട്ടൂരും അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവും പ്രിയപ്പെട്ട CP രാജശേഖരനും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന 4 വിഷയങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ആ ഉദ്ഘാടന വേദിയിലേക്ക് നവംബർ 1-ാം തീയതി രാവിലെ 10 മണിക്ക് കോഴിക്കോട്ടേക്ക് നിങ്ങളെ മുഴുവനും ക്ഷണിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.